ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ എക്സ്പ്ലോറർ. അപ്പോൾ ഇൻട്രോ കൊണ്ട് ആരും പേടിക്കണ്ട. ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം ദുബായ് ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ബുർജുമാൻ മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ലൈഫ് ഫാർമസി മെട്രോ റെഡ് ലൈനിൽ കയറി ഇബൻ ബത്തൂത്തയിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ യു എയിലെ ഏറ്റവും വലിയ റോഡായ ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ഭംഗിയും കണ്ട് അതിൻ്റെ വലത്തുവശത്ത് ബുർജ് ഖലീഫയും ഇടത്തുവശത്ത് ബുർജ് അൽ അറബും അങ്ങനെ പല പല കാഴ്ചകളും കണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ ഇബൻ ബത്തൂത്തയിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് F44 എന്ന ഒരു ബസ് കയറി നേരെ ദുബായ് ടെമ്പിളിലേക്കാണ് ആ ബസ് പോകുന്നത്. ബസ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയതുകൊണ്ടും ബസ് മിസ്സായി. അതുകൊണ്ടും ഞാനും എബിനും സോനും ഒക്കെ ഒരു ചർച്ച എടുത്ത് ലാസ്റ്റ് ഒരു ടാക്സി പിടിച്ചു. ഏകദേശം 22 രൂപയാണ് ടാക്സിക്കാവുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ കരുതേണ്ട ഒരു സാധനം ഒരു ഹെഡ് സ്കാർഫാണ്. ഹെഡ് സ്കാർഫ് മസ്റ്റായിട്ടും ഇവിടെ ഇടണം. ആസ് യൂഷ്വൽ ഒരു ആവറേജ് മലയാളി എന്ന നിലയ്ക്ക് ഞാനും ഫുഡാണ് ആദ്യം കഴിച്ചത്. ആദ്യം നമുക്ക് കിട്ടുന്നത് ഗുരുനാനക് മന്ദിറാണ്. ഒരു ബ്രൗൺ കളറിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഗുരുനാനക് മന്ദിർ. ഇവിടെയാണ് ഹെഡ് സ്കാർഫ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും. ഇവിടെയാണ് ഭക്ഷണം കിട്ടുന്ന സ്ഥലം. ഗുരുനാനക് മന്ദിറിന്റെ തൊട്ടിപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു വൈറ്റ് കളർ ബിൽഡിംഗ് ആണ് ദുബായ് ഹിന്ദു ടെമ്പിൾ. ഈ അമ്പലത്തിന്റെ പ്രവേശന സമയം വരുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 8:30 വരെ. 2022 ഈ അമ്പലം ആൾക്കാർക്ക് തുറന്നു കൊടുത്തത്. ഈ അമ്പലം കൂടാതെ ദുബായിൽ പിന്നെ 2 അമ്പലം കൂടിയുണ്ട്. ഒന്ന് അബുദാബിയിലെ BAPS-ഉം പിന്നെ ബർദുബായിലുള്ള ശ്രീകൃഷ്ണ ടെമ്പിളും. ഈ ടെമ്പിളിന്റെ മുഴുവൻ ഡിസൈനും ഇന്ത്യനും അറബിക്കും ആർക്കിടെക്ചർ ഡിസൈൻസിന്റെ മിക്സ്ചറാണ്. മാത്രവുമല്ല ഈ അമ്പലം ഫുള്ളായിട്ട് എയർ കണ്ടീഷൻഡ് ആണ്. ഓരോ സ്ഥലത്തും ഓരോ ഹൈലൈറ്റ് ആണ്. ഈ അമ്പലത്തിന്റെ ഹൈലൈറ്റ് ആണ് ഈ സെന്ററിൽ കാണുന്ന ഈ ലോട്ടസ്. പതിനാറ് വിഗ്രഹങ്ങളാണ് ഈ അമ്പലത്തിന്റെ വലത്തുവശത്തും ഇടത്തുവശത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ സെൻട്രലായിട്ട് ശിവപാർവതിയുടെ ഒരു വിഗ്രഹവും കൂടി വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ഒരു മിനി ഹാളും കൂടി ഇവർ ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ പുതുതായി പണിഞ്ഞ നവഗ്രഹ മണ്ഡപമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ട്രഡീഷണൽ ഡ്രസ്സിലായിരിക്കണം നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ദുബായ് ടെമ്പിളിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഇബൻ ബത്തൂത്ത മാൾ. മസ്റ്റായിട്ട് കാണേണ്ട ഒരു മോളാണ്. അപ്പോൾ ആ മോളും കൂടി ഞങ്ങൾ കണ്ടിട്ട് മടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.